കുന്നംകുളം കാവിലക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ദേശക്കാർ തമ്മിൽ സംഘർഷം. ആനകളുടെ ഉയരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. കൊടുങ്ങല്ലൂരിൽ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം. കമ്പ്യൂട്ടറുകളും പ്രിന്ററും കവർന്നു. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഷട്ടറിലെ താഴെ മുറിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ലാഭത്തിലാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. ബാങ്കിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. ഹൈറിച്ച് ഉടമകൾ നടത്തിയത് സമാനതകളില്ലാത്ത തട്ടിപ്പെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ക്രിപ്റ്റോ കറൻസിയുടെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും മറവിലാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളം കാവിലക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ദേശക്കാർ തമ്മിലടിച്ചു. ആനയെ വരിയിൽ നിർത്തുന്നത് ചൊല്ലിയായിരുന്നു തെക്കുഭാഗം ചിറ്റഞ്ഞു ദേശവും സമുന്നയ ചിറ്റഞ്ഞു ദേശവും ഏറ്റുമുട്ടിയത്. ഇന്നലെ രാത്രി 7:30യോടെയായിരുന്നു സംഘർഷം. തൃക്കടവൂർ ശിവരാജുവിനെയും ചിറക്കൽ കാളിദാസിനെയും ഉത്സവത്തിന് നിർത്തുന്നതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. പൂരത്തിന് കേരളത്തിലെ വിവിധ ഇടങ്ങളിലുള്ള തലപ്പൊക്കമുള്ള ആനകളെ പങ്കെടുപ്പിച്ചിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ പൂരത്തിനെത്തിച്ചിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ നടുവിൽ നിർത്തി തൃക്കടവൂർ ശിവരാജുവിനെയും ചിറക്കൽ കാളിദാസിനെയും അടുത്ത് നിർത്താനുള്ള ശ്രമങ്ങളാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. രണ്ടാമത്തെ തലപ്പൊക്കമുള്ള ആന ചിറക്കൽ കാളിദാസിനാണെന്ന് ഉത്സവ കമ്മിറ്റിക്കാർ വാദിച്ചു. ഇത് സമ്മതിക്കാതെ വന്നത് സംഘർഷത്തിന് ഇടയാക്കുകയായിരുന്നു. സംഘർഷം ഉടലെടുത്തതോടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ ആനകളെ പാപ്പാന്മാർ പിറകിലോട്ട് മാറ്റിയത് വലിയ അപകടം ഒഴിവാക്കി. കൊടുങ്ങല്ലൂരിൽ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം. കമ്പ്യൂട്ടറുകളും പ്രിന്ററും കവർന്നു. കിഴക്കേ നടയിൽ പ്രവർത്തിക്കുന്ന സൂര്യ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഷട്ടറിലെ താഴെ മുറിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് സ്ഥാപനത്തിനകത്തുള്ള ലോക്കർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലിച്ചില്ല. ഇന്ന് രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയവരാണ് മോഷണം വിവരം അറിഞ്ഞത്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും തെളിവെടുപ്പ് നടത്തി. തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ലാഭത്തിലാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും സെക്രട്ടറിയും ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. സഹകരണ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ ബാലൻസ് ഷീറ്റ് അനുസരിച്ച് തുമ്പൂർ സർവീസ് ബാങ്ക് ഈ സാമ്പത്തിക വർഷം ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ 22,40,45,000 രൂപയുടെ ലാഭത്തിലാണ്. മുൻ UDF ഭരണസമിതിയുടെ കാലത്ത് കണക്കിലെ അഭ്യാസം കൊണ്ടുണ്ടാക്കിയ ലാഭത്തിന് പകരം ഈ സാമ്പത്തിക വർഷം ബാങ്ക് യഥാർത്ഥ ലാഭത്തിലാകുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. മുൻ UDF ഭരണസമിതിയുടെ കാലത്ത് കുടിശ്ശിക പിരിച്ചെടുക്കാൻ നടപടി സ്വീകരിക്കാതെ ഓരോ വർഷവും വായ്പക്കാരുടെ ആദ്യ വായ്പയ്ക്ക് തന്നെ ഭൂമി തന്നെ ഈടായി പുതിയ വായ്പകൾ നൽകി ആദ്യത്തെ വായ്പയിലെ കുടിശ്ശിക അവസാനിപ്പിക്കുകയാണ് പതിവെന്ന് ഇവർ ആരോപിച്ചു. ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ TS സജീവൻ, അംഗങ്ങളായി ജിജോ പേരേപ്പാടൻ, സിജോ പാറോക്കാരൻ, കർഷക സഹായ സമിതി ചെയർമാൻ പ്രൊഫസർ വർഗീസ് കോങ്കോത്ത്, കൺവീനർ ലിജോ ലൂയിസ് പുല്ലക്കര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹൈറിച്ച് ഉടമകൾ നടത്തിയത് സമാനതകളില്ലാത്ത തട്ടിപ്പെന്ന് ED. ആയിരക്കണക്കിന് പേരിൽ നിന്നായി ദമ്പതികളായി ചേർപ്പ് സ്വദേശി KD പ്രതാപനും ശ്രീനയും സമാഹരിച്ചത് 1157 കോടിയെന്ന് ED കണ്ടെത്തി. ഇരുവരും ക്രിപ്റ്റോ കറൻസിയുടെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും മറവിലാണ് തട്ടിപ്പ് നടത്തിയത്. മെമ്പർഷിപ്പ് ഫീസ് എന്ന പേരിലാണ് ഇടപാടുകാരിൽ നിന്ന് പണം സ്വീകരിച്ചത്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ഹൈറിച്ച് സ്മാർട്ടെക് എന്ന കമ്പനിയുടെ പേരിലാണ്. 2022-23 സാമ്പത്തിക വർഷം കമ്പനി സമാഹരിച്ചത് 20 കോടി രൂപയാണ്. ഇടപാടുകാർക്ക് വാഗ്ദാനം ചെയ്തത് 15%, പലിശയും 500% വാർഷിക ലാഭവുമായിരുന്നു. ഹൈറിച്ച് ഉടമകളുടെ സ്ഥിര നിക്ഷേപമടക്കം 211 കോടി രൂപ ED മരവിപ്പിച്ചിരുന്നു. പാവറട്ടി കാഞ്ഞാണി റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് BJP എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. 8 വർഷമായി തകർന്നു കിടക്കുന്ന പാവറട്ടി കാഞ്ഞാണി പൊതുമരാമത്ത് റോഡ് മരണക്കെടിയായി മാറിയിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ ശ്രമിക്കാത്ത MLAയ്ക്കും ഇടതുമുന്നണി സർക്കാരിനുമെതിരെ പ്രതിഷേധിച്ചായിരുന്നു സമരം. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബിത്ത് മരുതയൂർ സമരം ഉദ്ഘാടനം ചെയ്തു. BJP എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PG ഗിനീഷ് അധ്യക്ഷത വഹിച്ചു. റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത മൂലം കഴിഞ്ഞ ദിവസം അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ദേവപ്രിയയുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും BJP ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് സുജിത് പണ്ടാരിക്കൽ, ജനറൽ സെക്രട്ടറി പ്രവീൺ പറങ്ങനാട്ട്, ജില്ലാ കമ്മിറ്റി അംഗം CR അഭിമന്യു, വിശ്വൻ എന്നിവർ പങ്കെടുത്തു.
കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘിന്റെ 5ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. BMS ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി MP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘ് പ്രസിഡന്റ് ബിജു B. നായർ അധ്യക്ഷത വഹിച്ചു. ഫെറ്റോ പ്രസിഡന്റ് SK ജയകുമാർ, PG ഡിവിഷൻ വൈൽഡ് ലൈഫ് വാർഡൻ PM പ്രഭു, PS ഭദ്രകുമാർ, D. ജയൻ, TN രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം റെയിൽവേ ട്രാക്കിനോട് ചേർന്ന പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. വന്ദേ ഭാരത് ട്രെയിൻ കടന്നുപോകുന്നതിന്റെ തൊട്ടു മുൻപേയായിരുന്നു അഗ്നിബാധയുണ്ടായത്. സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ K. ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തൈപ്പുയ ആഘോഷം കഴിഞ്ഞ പൂരപ്പറമ്പ് നേരം പുലരും മുൻപ് വൃത്തിയാക്കി ശുചീകരണ തൊഴിലാളികൾ. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്ര പരിസരവും പ്രദേശത്തെ റോഡുകളും കോർപ്പറേഷൻ കൂർക്കഞ്ചേരി സോണിലെ ശുചീകരണ തൊഴിലാളികളാണ് വൃത്തിയാക്കിയത്. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബാബു ലൂയിസ്, TS സുബീഷ്, മുഹമ്മദ് നിയാസ്, ഗോപകുമാർ, ജിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് 70ഓളം തൊഴിലാളികൾ ശ്രമദാനം നടത്തിയത്. CITവിന്റെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാ ടോഡി വർക്കേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി റേഞ്ച് കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർവീസിലിരിക്കെ മരണപ്പെട്ട കള്ളിച്ചെത്ത് വ്യവസായ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കുള്ള സഹായനിധി വിതരണവും മന്ത്രി നിർവഹിച്ചു. KN ഗിരിജൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, നേതാക്കളായ VK വാസുദേവൻ, T. അരവിന്ദാക്ഷൻ, UK സുബ്രഹ്മണ്യൻ, PK സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി തളി ശ്രീ തിരുമതളിയപ്പൻ ക്ഷേത്രത്തിൽ പ്രത്യേക നവഗ്രഹ പൂജ നടന്നു. തന്ത്രി പ്രതിനിധി ബ്രഹ്മശ്രീ കൈപ്പഞ്ചേരി മന നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മശ്രീ എടമന മന ദീപക് നമ്പൂതിരി, മേൽശാന്തി ബ്രഹ്മശ്രീ പാഴേടം മന രാധാകൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം കോർഡിനേറ്റർ CK വിനോദ്, ജോയിന്റ് സെക്രട്ടറി MP മോഹനവല്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി. തളി നെഹ്റു സ്മാരക വായനശാലയുടെയും തളി തപസ്യ ക്ലബിന്റെയും നേതൃത്വത്തിൽ പരീക്ഷാ പരിശീലന പരിപാടി നടത്തി. വരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ P. മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. KH അമീർ അലി ക്ലാസ് എടുത്തു. വാഴക്കോട് ജാറത്തിലെ ഈ വർഷത്തെ ആണ്ടുനേർച്ച സമാപനത്തോടനുബന്ധിച്ച് നടന്ന ദിക്കർ വാർഷിക ദുആ സമ്മേളനം സുന്നി മഹല്ല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സെയ്ദ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സെയ്ദ് PM ഇമ്പിച്ചിക്കോയ തങ്ങൾ ലക്കിടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സ്വാലിഹ് ഹുദവി ദൂത മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഡോക്ടർ ബഷീർ അഹമ്മദ് ബുഹുസാനി, M. അബു സാഹിബ്, KM ഉമ്മർ, KK മരക്കാർ എന്നിവർ നേതൃത്വം നൽകി. വെങ്കടങ്ങ് പഞ്ചായത്ത് 10ാം വാർഡിലെ RS അബ്ദുൾ റഹ്മാൻ റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുരളി പെരുന്നെല്ലി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു അധ്യക്ഷയായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, വാർഡ് മെമ്പർ ബസീജ വിജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജു അമ്പലത്ത്, മറ്റ് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. ഉയരത്തിൽ പേരുകേട്ട കൊമ്പൻ തൃക്കടവൂർ ശിവരാജു ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങാനെത്തി. രാവിലെ കിഴക്കേനടയിലെ ദീപസ്തംഭത്തിന് സമീപം തുമ്പിക്കൈ ഉയർത്തി ഭഗവാനെ തൊഴുതു വണങ്ങി. ആനയുടെ പേരിൽ പ്രത്യേകം വഴിപാടുകളും നടത്തി. ക്ഷേത്രം മാനേജർ ലൈജു പ്രസാദ് ആനയ്ക്ക് കദളിക്കുല നൽകി. ആനയ്ക്ക് ചാർത്താനുള്ള കളഭവും പ്രസാദവും പാപ്പാൻ ഏറ്റുവാങ്ങി. ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെത്തി ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മുന്നിലും ആന തുമ്പിക്കൈ ഉയർത്തി വണങ്ങി. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള തൃക്കടവൂർ ശിവരാജു എന്ന ആന ഏറെ ആരാധകരുള്ള കൊമ്പൻ ആദ്യമായാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തുന്നത്. തൃക്കടവൂർ ശിവരാജു എത്തിയതറിഞ്ഞ് ആരാധകർ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടി. പാപ്പാന്മാരായ K. ഗോപാലകൃഷ്ണൻ നായർ, G. മനോജ്, KK അനീഷ്, TG ദീപു എന്നിവർക്കൊപ്പം ആനപ്രേമി സംഘം പ്രസിഡന്റ് KP ഉദയൻ, P. ബാബുരാജ് എന്നിവരും ഉണ്ടായിരുന്നു. പരമൻ അന്നമനട ഫൗണ്ടേഷന്റെ സർഗപ്രഭ പുരസ്കാരം ഗായകൻ P. ജയചന്ദ്രന് സമ്മാനിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി K. രാധാകൃഷ്ണൻ പുരസ്കാരം നൽകി. VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. ഗാനരചയിതാവ് വയല ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി. തുടർന്ന് സംഗീത സന്ധ്യ നടന്നു. സമരത്തിന്റെയും സർഗാത്മകതയുടെയും ഓർമ്മകൾ പങ്കുവച്ച് നാട്ടിക SN കോളേജിലെ AISF പ്രവർത്തകരുടെ സംഗമം. 1960 മുതൽ നാട്ടിക SN കോളേജിൽ പഠിച്ചിരുന്ന വാഗമരച്ചോട്ടിലെ AISF പ്രവർത്തകരാണ് നാട്ടികയിൽ വീണ്ടും ഒത്തുചേർന്നത്. നാട്ടിക സെന്ററിൽ നിന്ന് കോളേജിലേക്ക് AISF പ്രവർത്തകർ പ്രകടനം നടത്തി. തുടർന്ന് പഴയ ക്യാമ്പസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ AISF മുൻ സംസ്ഥാന സെക്രട്ടറി TR രമേഷ് കുമാർ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. കോളേജിലെ AISFന്റെ ആദ്യത്തെ യൂണിറ്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ കേക്ക് മുറിച്ച ഓർമ്മകൾ പങ്കുവച്ചു. പ്രൊഫസർ TR ഹാരി, പ്രൊഫസർ മധു തുടങ്ങിയവർ സംഗമത്തിൽ പങ്കുചേർന്നു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു.
ആം ആദ്മി പാർട്ടി മണലൂർ മണ്ഡലം കമ്മിറ്റി പെരിങ്ങാട് പുഴ സംരക്ഷണ യാത്ര നടത്തി. ഏനാമാവ് കെട്ടിങ്ങലിൽ നിന്നും ആരംഭിച്ച് പാവറട്ടി സെന്ററിൽ സമാപിച്ച പെരിങ്ങാട് പുഴ സംരക്ഷണ യാത്ര ആം ആദ്മി പാർട്ടി സെക്രട്ടറി റാണി ആന്റോ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാവറട്ടി സെന്ററിൽ നടന്ന പുഴ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനം ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി അധ്യക്ഷനായിരുന്നു. ജിജോ ജേക്കബ്, ജസ്റ്റിൻ ജോസഫ്, MT അലി, CS ഉണ്ണികൃഷ്ണൻ, ജിമ്മി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീധനം, ലഹരി വ്യാപനം, കുട്ടികൾക്കെതിരായ അതിക്രമം തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ ഫെബ്രുവരി 1 മുതൽ 29 വരെ സംസ്ഥാനതല പ്രചരണം നടത്തുമെന്ന് വിമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ തൃശൂരിൽ അറിയിച്ചു. പ്രചരണത്തിന്റെ ഭാഗമായി സെമിനാർ, ഗൃഹസമ്പർക്കം, ലഘുലേഖ വിതരണം, പൊതുസമ്മേളനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. വിമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം ഫാബിയ ഷെരീഫ്, ജില്ലാ പ്രസിഡന്റ് റഫീന സൈനുദ്ദീൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണിപ്പൂരിൽ അവസാനിക്കാത്ത കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ കാവ്യശിഖയുടെ നേതൃത്വത്തിൽ എഴുത്തുകാർ കേരള ലളിതകല അക്കാദമിയിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ജാഗ്രതാ ദിനമായി ആചരിക്കുമെന്ന് കാവ്യശിഖ ഭാരവാഹികൾ അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 200ഓളം എഴുത്തുകാർ പങ്കെടുക്കുന്ന ഐക്യദാർഢ്യ സദസ്സ് JC തോമസ് ഉദ്ഘാടനം ചെയ്യും. ഐക്യദാർഢ്യ സദസ്സിൽ സമൂഹ ചിത്രരചന, കാവ്യ ആവിഷ്കാരങ്ങൾ, പുരസ്കാര സമർപ്പണം, പുസ്തക പ്രകാശനങ്ങൾ, ആദരണം എന്നിവ നടക്കും. കാവ്യശിഖ ഭാരവാഹികളായ കവി ഡോക്ടർ C രാവണി, ജയറാം വാഴു, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, ജലീൽ T കുന്നത്ത്, അപർണ അനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 3 ദിവസങ്ങളായി ചേലക്കരയിൽ നടന്നുവന്നിരുന്ന തൃശൂർ ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു. ചേലക്കര SMT സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി K. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മികച്ച ക്ഷീരകർഷകർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. കേരള ഫീഡ്സ് ചെയർമാൻ K. ശ്രീകുമാർ, എറണാകുളം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ MT ജയൻ എന്നിവർ സംസാരിച്ചു. കോലഴി മതേതര ജനാധിപത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കോലഴി ഗ്രാമീണ വായനശാല, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത വിജയഭാരത്, KT ശ്രീജിത്ത്, കോലഴി സഹകരണ സംഘം പ്രസിഡന്റ് MT സെബാസ്റ്റ്യൻ, പരിഷത്ത് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം T. സത്യനാരായണൻ, മേഖലാ പ്രസിഡന്റ് MN ലീലാമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. വിരമിക്കൽ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി തയ്യൽ തൊഴിലാളികൾ. വെട്ടിക്കുറച്ച വിരമിക്കൽ ആനുകൂല്യങ്ങൾ തിരിച്ചുകിട്ടാനായി നടത്തിയ നിവേദനങ്ങൾക്കും സമരങ്ങൾക്കും നവകേരള സദസ്സിൽ നൽകിയ പരാതികൾക്കും ഫലമില്ലാത്ത സാഹചര്യത്തിലാണ് AKTA സമരത്തിനൊരുങ്ങുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ഈ മാസം 31 മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. AKTA ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ്, സെക്രട്ടറി MK പ്രകാശൻ, മറ്റ് ഭാരവാഹികളായ PM പുഷ്പകുമാരി, ജോസ് തേരാട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ സൈന്യത്തിലേക്കുള്ള അഗ്നിവീർ നിയമനം അവസാനിപ്പിച്ച് പഴയ സമ്പ്രദായം നിലനിർത്തണമെന്ന് എക്സ് സർവീസ്മെൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 3-4 വർഷത്തെ കഠിന പരിശീലനത്തിലൂടെ സൈനികരാകുന്നവർക്ക് തുല്യരാകാൻ കേവലം 6 മാസത്തെ പരിശീലനം മാത്രം ലഭിക്കുന്ന അഗ്നിവീറിന് ഒരിക്കലും കഴിയുകയില്ല. യുവജനങ്ങളോടും സൈനികരോടും രാജ്യത്തോടും ചെയ്യുന്ന കൊടും വഞ്ചനയായ അഗ്നിവീർ നിയമന പരിഷ്കാരം അവസാനിപ്പിച്ച് പഴയ സമ്പ്രദായം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് എക്സ് സർവീസ്മെൻ കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. എക്സ് സർവീസ്മെൻ കോൺഗ്രസ് ജില്ലാ ചെയർമാൻ പ്രഭാകരൻ വെള്ളൂർ, വൈസ് ചെയർമാൻമാരായ CL ആന്റണി, വേണുഗോപാൽ, കൺവീനർ വർഗീസ് ചെമ്പൻ, ജനറൽ കൺവീനർ KK മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ ആരംഭിച്ച മഹാത്മാഗാന്ധി സഹകരണ വായനശാലയും സാംസ്കാരിക കേന്ദ്രവും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. TN പ്രതാപൻ MP മഹാത്മാഗാന്ധി സഹകരണ വായനശാലയും എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് PK രാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ ചെയർമാൻ ഋഷി പൽപുവിനെ MP പൊന്നാടയണിയിച്ചു ആദരിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളായ OJ ഷാജൻ, ഗ്രേസി ജേക്കബ്, ഭരണസമിതി അംഗങ്ങളായ KF ലാൻസൺ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച രാത്രികാല കഞ്ഞി വിതരണത്തിന്റെ 1ാം വർഷം ആഘോഷിച്ചു. സേവാഭാരതി കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റ് VA ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ജില്ലാ ജഡ്ജ് MP ഷിബു, കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് കാവ്യ കരുണാകരൻ, സേവാഭാരതി തൃശൂർ ജില്ലാ സമിതി അംഗം വാസുദേവൻ, സേവാഭാരതി യൂണിറ്റ് സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു.
അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പിലായ പാലിയേറ്റീവ് പരിചരണത്തിലുള്ളവർക്ക് തടാകം ഫൗണ്ടേഷൻ കിറ്റുകൾ കൈമാറി. തടാകം പ്രതിനിധികളായ ദിനേശൻ, പ്രഭാത് എന്നിവർ ചേർന്ന് പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന് പരിചരണ കിറ്റുകൾ കൈമാറി. വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ നിഷാർ അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ജില്ലാ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 30-ന് തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് JCI ഭാരവാഹികൾ അറിയിച്ചു. JCI ഇന്ത്യ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR രാജേഷ് വർമ്മ ചടങ്ങിൽ പങ്കെടുക്കും. നിയുക്ത പ്രസിഡന്റ് ഫിജോ ജോർജ്, മോയിലൻ സെക്രട്ടറി ബിജോയ് റാഫേൽ, ട്രഷറർ ഡോക്ടർ ലിജി വർഗീസ്, R രാജ്മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യമായി വെളിച്ചപ്പാട് സ്ഥാനം അലങ്കരിക്കുന്ന മൂക്കനാംകുളങ്ങര മണികണ്ഠനെ പുതിയ കോമരമായി അവരോധിച്ചു. കുരഞ്ഞൂർ ചോറ്റാലയ്ക്കൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഊരാളസ്ഥാനം വഹിക്കുന്ന നീലത്ത് മനയുടെ അവകാശികളിൽ നിന്നും ആചാരപ്രകാരം വാളും ചിലമ്പും ഏറ്റുവാങ്ങി. തുടർന്ന് ക്ഷേത്രാങ്കണത്തിലേക്ക് ഘോഷയാത്രയായി എത്തിച്ചേർന്നു. ചടങ്ങുകൾക്ക് ശേഷം കോമരത്തിനെ ആദരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മമ്പറമ്പിൽ വീട്ടിൽ രഞ്ജിത്തിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ കൈക്കലാക്കുകയും തന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്താണ് പ്രതി പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. വർഷങ്ങളായി പ്രതി ഇത്തരത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നും പറയുന്നു. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുടി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം മാറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ ഞാറക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം ശാന്തി പ്രക്ഷോഭ കാർമ്മികനായി. ഫെബ്രുവരി 2-നാണ് ഉത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം കാവിലക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ദേശക്കാർ തമ്മിൽ സംഘർഷം. ആനകളുടെ ഉയരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. കൊടുങ്ങല്ലൂരിൽ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം. കമ്പ്യൂട്ടറുകളും പ്രിന്ററും കവർന്നു. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഷട്ടറിലെ താഴെ മുറിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ലാഭത്തിലാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. ബാങ്കിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. ഹൈറിച്ച് ഉടമകൾ നടത്തിയത് സമാനതകളില്ലാത്ത തട്ടിപ്പെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ക്രിപ്റ്റോ കറൻസിയുടെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും മറവിലാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.